ഹലോ, വെൽക്കം ടു അനിതാസ് കിച്ചൻ കിങ്ഡം. ഞാൻ വന്നിരിക്കുന്നത് നല്ല ചൂട് ചായയും നല്ല സ്നാക്കുമായിട്ട്. ഇത് എന്ത് സ്നാക്കാന്നല്ലേ? ഇതാണ് നമ്മുടെ ഉപ്പുമാവ് വട. ഇത് ഉപ്പുമാവ് വട എന്ന് വെച്ചാൽ നമ്മുടെ രാവിലെ വാങ്ങിച്ച വന്ന ഉപ്പുമാവിനെ എങ്ങനെ വടയാക്കി മാറ്റാം എന്ന് കാണിച്ചിരിക്കുകയാണ് ഞാൻ. ഉപ്പുമാവ് നല്ല ക്രിസ്പി ആയിട്ടുള്ളതാണ്. ഞാൻ കഴിച്ചും കാണിച്ചിട്ടുണ്ട് വീഡിയോയിൽ. ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഉണ്ടാക്കി നോക്കിയാൽ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ഒന്ന് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒരു ലൈക്ക് തരാൻ മറക്കരുത് കേട്ടോ. അതുപോലെ നിങ്ങളുടെ വിലപ്പെട്ട സമയം ഇതിനു വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നതിന് വളരെയധികം നന്ദിയുണ്ട്. കാണാനായിട്ട് ഇനി വരും നമുക്ക് വീഡിയോയിലേക്ക് പോകാം. വനിതാസ് കിച്ചൻ കിങ്ഡം ഇന്ന് പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു വട 4 മണി പലഹാരമായിട്ടാണ് വന്നിരിക്കുന്നത്. അതിൻ്റെ കുറച്ച് പ്രിപ്പറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പറയാൻ എന്താണ്, നമുക്ക് മിച്ചം വന്ന ഉപ്പുമാവ്. ഇതെൻ്റെ ഉപ്പുമാവ് രാവിലെ ഉണ്ടാക്കിയപ്പോൾ കുറച്ച് മിച്ചം വന്നു. ആ ഉപ്പുമാവ് കൊണ്ട് നമുക്ക് ഉപ്പുമാവ് വടയാണ് ഇന്ന് ഉണ്ടാക്കുന്നത് കേട്ടോ. എളുപ്പത്തിൽ ഉണ്ടാക്കുന്ന, കുട്ടികളൊക്കെ വരുമ്പോൾ ഉപ്പുമാവ് കളയേണ്ടത് പിന്നെ വൈകുന്നേരം ചൂടാക്കി കൊടുത്ത് അവർക്ക് ഇഷ്ടപ്പെടില്ലല്ലോ. അപ്പോൾ ഈ ഉപ്പുമാവ്. പിന്നെ നമുക്ക് വേണ്ടത് 2 പൊട്ടറ്റോ വേവിച്ച പൊട്ടറ്റോ, പിന്നെ ഒരു ഉള്ളി. ഞാൻ ചെറിയ ഉള്ളി ഉണ്ടെങ്കിൽ സാമ്പാർ ഉള്ളി ഉണ്ടെങ്കിൽ അത് നല്ലതാണ്. പിന്നെ ഒരു പച്ചമുളക് 1 2 ഇടാം, നല്ല എരിവുണ്ട്. എന്നിട്ട് ഇത്രയും കൂടെ നമുക്ക് ആവശ്യത്തിനുള്ളതിൽ കൂട്ടി കുഴയ്ക്കുക. ഇത് കുഴച്ചതാണ്. പൊട്ടറ്റോയുണ്ട്, നമ്മുടെ ഉള്ളിയുണ്ട്, പച്ച ഉള്ളിയുണ്ട്, പച്ചമുളകുണ്ട്. ഇത് എങ്ങനെയാണോ ഉപ്പുമാവ് അതുപോലെ ഇട്ടു. പിന്നെ ഇതിനകത്ത് ഞാൻ ചേർത്തിരിക്കുന്നത് ഒരു ചെറിയ 1/2 ടീസ്പൂൺ കായം ചേർത്തിട്ടുണ്ട്. നുള്ള് മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ട്. 1 സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട്. ഇത് 3ആണ് ആഡ് ചെയ്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ടർമറിക് പൗഡർ, 1 ടീസ്പൂൺ പെപ്പർ പൗഡർ ആൻഡ് 1/2 ടീസ്പൂൺ ഹിങ് അസ്പറ്റിട്ട. ഇത്രയും സാധനം ചേർത്തിട്ട് നമ്മൾ അതുപോലെ കൊത്തമല്ലി ഇല, കൊത്തമല്ലി ഇല കണ്ടല്ലോ, ഈ കൊത്തമല്ലി ഇലയും കൂടെ ചേർത്തിട്ട് നമ്മൾ നല്ലോണം കൈ കൊണ്ട് കുഴച്ചിട്ട് ഇങ്ങനെ നമ്മൾ ഇതിൻ്റെ ഇത് കുഴയ്ക്കുന്ന പാവമാക്കി. ഇത് കണ്ടോ, ഈ പൊട്ടറ്റോ ചേർക്കുമ്പോഴത്തേക്കും ഈ നമ്മുടെ ഈ ഉപ്പുമാവ് നമ്മുടെ കുഴയുന്ന രൂപത്തിലാവും. നല്ല ക്രിസ്പി ആയിട്ടുള്ള വടയായിരിക്കും കിട്ടുന്നത് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ടുള്ള 4 മണിക്കുള്ള പലഹാരം കിട്ടും. ഇനി അത് ഇപ്പോൾ എന്തൊക്കെ മനസ്സിലായല്ലോ. അപ്പോൾ ഈ 2-3 സാധനങ്ങളും മതി. കണ്ടില്ലോ ഉപ്പുമാവ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. രാവിലത്തെ മിച്ചമാണ്. പിന്നെ 2 പൊട്ടറ്റോ ഇത് വേവിച്ചത്, ഒരു ഉള്ളി, ഇത് ഉള്ളിക്ക് പകരം 5-8 കൊച്ചു ഉള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ്. പച്ചമുളക്, കരിവേപ്പിലൊക്കെ ഓൾറെഡി ഉണ്ടല്ലോ, ഇഞ്ചിയൊക്കെ ഇതിനകത്ത് ഓൾറെഡി നമ്മൾ ഇട്ടാണല്ലോ. എന്നിട്ട് നല്ലോണം വെള്ളം ചേർക്കാത്ത രീതിയിൽ നമ്മളിത് കുഴച്ചെടുത്തിട്ട് നമ്മൾ ഇതേ വടയാക്കി വെച്ചിരിക്കുന്നത് കാണിച്ചു തരട്ടെ. നല്ല ക്രിസ്പി വട കണ്ടോ. ഞാനിപ്പോൾ അത് അടർത്തിയും കാണിച്ചു തരാം കേട്ടോ. ചൂടാണ്, അതുകൊണ്ടാണ് ഇങ്ങനെ ഞാൻ നടത്തിയത്. നല്ല അകത്തൊക്കെ വെന്തിട്ടുണ്ട്. ഒരു ചെറിയ കട്ട്ലറ്റിൻ്റെ ടേസ്റ്റും വരും കേട്ടല്ലോ. കറുമുറു എന്നായി. അടിപൊളി വടയാണ്. നിങ്ങൾ ഉണ്ടാക്കി നോക്കുക. എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്ന ഒരു വടയാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടെങ്കിൽ പോകുന്ന വഴിക്ക് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ വിലപ്പെട്ട സമയം എടുത്തിട്ട് എൻ്റെ ചാനൽ കണ്ടതിന് എല്ലാവർക്കും നന്ദി. എൻ്റെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. എല്ലാവർക്കും ഈ റെസിപ്പി ഒന്ന് ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഈ വളരെ കുറച്ച് എണ്ണ എടുത്തിട്ടുള്ളൂ, അതിനകത്തേക്കാണ് ഇടുന്നത്. ചെറുതായിട്ട് പരത്തി ഇത് ഇങ്ങനെ എടുക്കണം. ചെറുതായിട്ട് ഇട്ടോളും. ഒരുപാട് നല്ലോണം പരത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് വിണ്ടു പോവും. അതേ എണ്ണയൊന്നും വേണ്ടത്, ഇത്രയും മതി. വറുക്കുന്നുണ്ട്. ചെറുതായിട്ട് എടുക്കാവുള്ളൂ. ചെറിയ ഉണ്ടയായിട്ട് എടുക്കണം ഇങ്ങനെ. എന്നിട്ട് നല്ലോണം പ്രസ് ചെയ്ത് വെക്കണം, അല്ലെങ്കിൽ ഇങ്ങനെ പിരിപിരിവനായി പോകും.